കളമശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സൂരജ് ലാമയുടേതാണോ എന്ന ശാസ്ത്രീയ പരിശോധന ഇന്ന് നടക്കും. സൂരജ് ലാമയുടെ മകൻ സാന്തൻ ലാമ കൊച്ചിയിലെത്തി. സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ സാന്തൻ ലാമ രംഗത്തെത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ആശുപത്രിയിൽ നിന്ന് പോകാൻ അനുവദിച്ചുവെന്നും ആദ്യം അജ്ഞാതനെന്നാണ് രേഖപ്പെടുത്തിയതെന്നും സാന്തൻ ലാമ പറഞ്ഞു. കുവൈത്ത് മദ്യ ദുരന്തത്തിനിരയായി ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമ കൊച്ചിയിലെത്തിയ ശേഷം ഒരു മാസം മുൻപ് കാണാതായിരുന്നു. The cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go. Before, when my father was taken to that hospital, they didn't even write his name, they wrote it as unknown. But now if you go and check the record, it's showing Suraj Lama entry. How? വിവരങ്ങൾ ആര്യ വിനോദ് നൽകും കൊച്ചിയിൽ നിന്ന്. ആര്യ, ആരാണ് ഈ സൂരജ് ലാമ? അയാൾ എങ്ങനെയാണ് കൊച്ചിയിലെത്തിയത്? അജിൻ, കഴിഞ്ഞ 6-ാം തീയതിയാണ് സൂരജ് ലാമ ഇവിടെ എത്തുന്നത്. കുവൈത്തിലെ മദ്യ ദുരന്തത്തിൽപ്പെട്ട ആളാണ്. അവിടെ നിന്നും നാട് കടത്തപ്പെടുകയായിരുന്നു. ഇവിടെ അദ്ദേഹത്തിന് മാനസികമായ വെല്ലുവിളി ഉണ്ടായിരുന്നു. മാനസികമായ പ്രശ്നമുള്ള ആളാണ്. അവിടെ നിന്ന് നാട് കടത്തപ്പെട്ട് കൊച്ചിയിലേക്കാണ് നാട് കടത്തപ്പെട്ടത്. ഇവിടെ 6-ാം തീയതിയാണ്, ഒക്ടോബർ 6-ാം തീയതിയാണ്. ശരി ആര്യ, ഒരു നിമിഷം